മുരളി, നീ കാറിന്റെ ചാവി തന്നെ. എടാ എടാ, എനിക്ക് പോണം. നീ വാ, ഞാൻ പറയട്ടെ. എടാ എടാ, അവളുടെ വീട്ടിലേക്ക് എനിക്ക് പോണം. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവാ. ഏയ്, നീ ഒന്ന് അടങ്ങുന്നെന്താ? വിടും. നീ വന്നേ. ഏയ് മുരളി, എടാ, ഏയ് വിടും, നീ ഒന്ന് അടങ്ങുന്നെന്താ? എടാ വിടൂ. എടാ, നിന്നോട് വിടാനല്ലേ പറഞ്ഞേ? പറയുന്ന കേൾക്കുന്ന മുരളി, നീ എന്നെ വിട്, എനിക്ക് പോണം. ഏയ് മുരളി, വിട്. എടാ, എനിക്ക് അവളെ കാണണം. ഇന്നത്തോടെ അവളെ അവസാനിക്കണം. കൊല്ലിച്ചാണോ പറയുന്ന കേക്ക്? എന്താ മുരളിയുടെ കാര്യം പറ. മുരളി, വിട്. മുരളിയുടെ എന്താ കാര്യം എന്ന് പറ. ഇന്നത്തോടെ അവളെ അവസാനിക്കണം. എടാ വിടൂ. എടാ, എനിക്ക് പോണം. എടാ, ഞാൻ നിന്നെ വിടില്ല. മുരളി, വിട്. വിട് മുരളി, ഞാൻ പോട്ടെ. നീ അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞില്ലേ? ഇടം മുരളി, വിട്. ഇവൻ എന്താ ഈ കാണിക്കണേ? കാര്യം പറഞ്ഞാ മനസ്സിലാവും. ഒന്ന് അടങ്ങി നിൽക്കുന്ന എന്താണ് ഈ കാണിക്കണേ? മാറ്, മോറങ്ങോട്ട് മോറ്. എന്താ നിങ്ങൾ തമ്മില്? അമ്മേ, ഞങ്ങള് തമ്മിൽ ഒന്നുമില്ല. പിന്നെ ചന്ദ്രോത്ത് ചില പ്രശ്നങ്ങൾ നടന്നു. എന്ത് പ്രശ്നം? രജനി ചേച്ചി ആശുപത്രിയിലായി. എന്താ രജനിക്ക് പറ്റിയേ? ആ തനൂജ അക്രമം കാണിച്ചു. എന്താ അക്രമം? അവള് ദേവിയെ കുത്താൻ കത്തിയുമായിട്ട് വന്നു. പക്ഷെ കുത്തുകൊണ്ടത് വന്നു കയറിയ രജനി ചേച്ചിക്ക്. ഈശ്വര, ആ ദുഷ്ട അത്ര വലിയ അതിക്രമം കാണിച്ചോ? അതാ ഞാൻ പറഞ്ഞേ, എനിക്ക് അവളെ കൊല്ലണം. എടാ, ആശുപത്രിയിൽ നിന്ന് അതിനായിട്ടാ ഞാൻ ഇറങ്ങിയത്. തനൂജയെ കാണാൻ പോവായിരുന്നു നന്ദൻ. ഞാൻ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. മുരളി, എന്റെ ചേച്ചി ഒരാൾ വന്ന് കുത്തിയിട്ട് ഞാൻ അവരോട് പകരം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നില്ല. എന്താ കാര്യം? നീ താക്കോലിക്കുന്നേ, ഞാൻ പോവാ. താക്കോലോ. നീ ഒന്ന് അടങ്ങി നിൽക്ക്. നമുക്ക് പോവാം, ഒരുമിച്ച് പോവാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇടം, നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല. നിന്റെ വിഷമം എന്നെ പോലെ മനസ്സിലാവുന്ന വേറെ ആരുണ്ട്? പറയടാ. എന്നാലും അവളുടെ ഓരോ പ്രവർത്തികൾ കേട്ടിട്ട് പേടിയാവുന്നു. വീട്ടിൽ കയറി കുത്തുക എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ പിടിച്ച് ജയിലിടാ വേണ്ടത്. അവക്ക് ജയിലിന് ശേഷം ഒന്നും പ്രശ്നമല്ല. അവള് ജീവിച്ചിരിക്കില്ല, അതാ വേണ്ടത്. കൊല്ലും ഞാൻ അവളെ. എടാ, അതല്ല ഇപ്പൊ വേണ്ടത്. ഇപ്പൊ നീ ഒന്ന് സമാധാനപ്പെട്. മുരളി, ഞാനൊന്ന് പറയട്ടെ. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അതെ നന്ദ, ഈ ഒരു അവസ്ഥയിൽ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. എല്ലാം ഒന്ന് തണുക്കട്ടെ. എല്ലാരും കൂടെ ആലോചിച്ചിട്ട് അടുത്തത് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഗൗരി, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. മോനെ, അത് മതി. എടാ നന്ദ, നീ ഒന്ന് ശാന്തമായിട്ടിരിക്കെ. എടാ, എനിക്ക് പോണം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? എടാ, വരാൻ. ചെല്ലു മോനെ. നടക്കാം അങ്ങോട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.